അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. അപ്പോൾ തൈക്കീദുൽ മദ്ഹി ബിമാ യുശ്ബിഹു ദമ്മ, ദമ്മിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് മദ്ഹിന് തൈക്കീദ് ചെയ്യുക. ആ ഇനത്തിൽ ഒരു ഇനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. 2 ഇനമുണ്ട്. അതിലേറ്റവും അഫ്ളൽ ഒന്നാമത്തെ ഇനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം ഒരു ദമ്മിൻ്റെ ഒരു ദമ്മിനെ തൊട്ട് മംഫി ചെയ്യുന്ന ഒരു സിഗ മുമ്പിൽ എന്നിട്ട് അതിൽ നിന്നും ഒരു മദ്ഹിനെ ഇസ്തിസ്ന ചെയ്യുക. അതാണ് ഏറ്റവും അഫ്ളൽ. കാരണം 2 രീതിയിൽ തൈക്കീദ് അവിടെ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വർബ് വർബ് സാനി, രണ്ടാമത്തെ വർബ് മിൻ തൈക്കീദിൽ മദ്ഹി ബിമാ യുശ്ബിഹു ദമ്മ, ദമ്മിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് മദ്ഹിനെ തൈക്കീദ് ചെയ്യുന്ന വിഭാഗത്തിലെ രണ്ടാമത്തെ ഇനം അത് ഐ യസ്ബുത ലി ഷൈഇൻ, ഒരു വസ്തുവിനെ സ്ഥിരപ്പെടുത്തുക. സിഫത്ത് മദ്ഹിൻ, മദ്ഹിൻ്റെ ഒരു സിഫത്തിനെ സ്ഥിരപ്പെടുത്തുക. വതഅക്കുബുൻ ബി അദാത്തിൽ ഇസ്തിസ്നായിൻ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇസ്തിസ്നായിൻ്റെ അദാത്തിനെ അതിൻ്റെ പിറകിൽ കൊണ്ടുവരിക. ഐ യദ്കുറു അഖീബ ഇസ്ബാത്ത് സിഫത്തി മദ്ഹിൻ, മദ്ഹിൻ്റെ സിഫത്തിനെ സ്ഥിരപ്പെടുത്തി ഉടനെ പറയപ്പെടുക. ലിദാലിക ഷൈഇ, ആ ഷൈഇന് അദാത്തു ഇസ്തിസ്നായിൻ എന്ത് പറയുക, ഇസ്തിസ്നാൻ്റെ അദാത്ത് പറയുക. അപ്പോൾ ആദ്യം ഒരു വസ്തുവിനെ ഒരു മദ്ഹിൻ്റെ സിഫത്തിനെ സ്ഥിരപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ ഉടനെ ഇസ്തിസ്നായിൻ്റെ അദാത്തിനെ കൊണ്ടുവരിക. തലിഹ, എന്നിട്ട് ആ ഇസ്തിസ്നായിൻ്റെ അദാത്തിനോട് അടുത്ത് വരും സിഫത്ത് മദ്ഹിൻ ഉഖ്റാലഹു, ആ അതേ ഷൈഇനുള്ള മറ്റൊരു മദ്ഹിൻ്റെ സിഫത്ത് കൊണ്ടുവരിക. ഇങ്ങനെ വരുന്നതിന് രണ്ടാമത്തെ ഇനം ഐ ലിദാലിക ഷൈഇ, ആ ഷൈഇനുള്ള മറ്റൊരു മദ്ഹിൻ്റെ സിഫത്ത് കൊണ്ടുവരിക. ഇല്ല, അപ്പോൾ ആദ്യം ഒരു മദ്ഹ് പറയുക, പിന്നെ ഇസ്തിസ്നാൻ്റെ അദാത്ത് വരിക, പിന്നെ വീണ്ടും അതേ ഷൈഇന് വേറൊരു മദ്ഹ് പറയുക. ഉദാഹരണം നോക്കി, നഹു ഞാൻ ഇന്നലെ ക്ലാസ് തുടങ്ങിയ പറഞ്ഞ ഉദാഹരണം, അന അഫ്സഹുൽ അറബി ബൈദ അന്നി മിൻ ഖുറൈഷ്, ഞാൻ അഫ്സഹുൽ അറബി, അറബികളിൽ ഏറ്റവും ഫസാഹത്തുള്ള സാഹിത്യമുடைய ആളാണ് പ്രവാചകൻ പറയാം. ബൈദ, എങ്കിലും അന്നി മിൻ ഖുറൈഷ്, ഞാൻ ഖുറൈശികളിൽ പെട്ട ആളും തന്നെയാണ്. കണ്ടില്ലേ. അപ്പോൾ ആദ്യം ഒരു മദ്ഹ് പറഞ്ഞു, പിന്നെ ബൈദ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിസ്നാൻ്റെ അദാത്തിനെ കൊണ്ടുവന്നു, പിന്നെ വീണ്ടും ഒരു മദ്ഹ് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇനമാണ്. ഇവിടെ ബൈദ എന്നുള്ളത് ബി മഅന ഗൈർ എന്നാണ്. ഗൈറ അന്നി മിൻ ഖുറൈഷ് എന്ന അർത്ഥത്തിനാണ് അർത്ഥം. അദാത്തുൽ ഇസ്തിസ്ന, അതാണ് ഇവിടെ ഇസ്തിസ്നാൻ്റെ അടയാളം. അസ്ലു ഇസ്തിസ്നായി ഫീഹി ഫി ഹാദൽ ലർബി, അസ്ലു ഇസ്തിസ്നായി, ഇസ്തിസ്നായിൻ്റെ അസ്ല് ഫീഹി ഫി ഹാദൽ ലർബി, ഈ ലർബിലും നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ ഇനുണ്ടല്ലോ അവിടെയും ഐലൻ ഐ യക്കൂന മുൻകത്തിയാൻ, അതെന്തായി വരൽ തന്നെയാണ്, മുൻകത്തിയായി വരൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അവിടെ ശരിക്കും മുത്തലക്കൽ ഇസ്തിസ്നാൻ്റെ അസ്ല് എന്താണ്, ഇത്തിസാലാണെങ്കിലും ഇവിടെ എന്തായിട്ട് വരികയാണ്, അത് മുൻകത്തിയായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ എന്തുതന്നെയാണ്, മുൻകത്തി തന്നെയാണ്. കമാ അന്നൽ ഇസ്തിസ്നാ ഫിൽ അറബിൽ അവലി മുൻകത്തിയൻ, ഒന്നാമത്തെ ഇനത്തിലും ഇസ്തിസ്ന തന്നെ ചെയ്യുന്നു, മുൻകത്തി തന്നെ ചെയ്യുന്നു. കാരണം ലിയാദിമി ദുഖൂലിൽ മുസ്തസ്ന ഫിൽ മുസ്തസ്ന മിൻഹു, മുസ്തസ്ന മിൻഹുവിൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് വഹാദ, ഇപ്പോൾ പറഞ്ഞ ഇത്, അതായത് ഈ അസ്ല് മുൻകത്തിയായി വരിക എന്നുള്ളത്, കാരണം മുസ്തസ്നയിൽ പ്രവേശിക്കുന്നില്ല, മിൻഹുവിൽ പ്രവേശിക്കാത്തത് കൊണ്ട് ഇങ്ങനെ മുൻകത്തിയായി വരിക എന്നുള്ളത് ലാ യുനാഫി, അതൊരിക്കലും എന്താവൂല, അത് എതിരാവുന്നതേ അല്ല. വഹാദ, ഈ പറഞ്ഞത് ലാ യുനാഫി, എതിരാകുന്നില്ല. കൗനുൽ അസ്ലി ഫി മുത്ലഖിൽ ഇസ്തിസ്നായി വൽ ഇത്തിസാലു, കൗനുൽ അസ്ലി, അസ്ലാവൽ ഫി മുത്ലഖിൽ ഇസ്തിസ്നായി, മുത്ലഖിൽ ഇസ്തിസ്ന, സാധാരണഗതിയിൽ ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അസ്ല് വൽ ഇത്തിസാലു, അത് മുത്തസിലായി വരണം, ഈ മുസ്തസ്ന മിൻഹുവിൽ പെട്ടതായിട്ട് വരണം എന്ന് പറഞ്ഞതിന് എന്തല്ല, ഈ പറഞ്ഞത് എന്തല്ല, എതിരല്ല. ലാക്കിന്നഹു, എങ്കിലും ഇസ്തിസ്ന, ലാക്കിന്നഹു, പക്ഷേ ഇസ്തിസ്ന മുൻകത്തി ഫി ഹാദൽ ലർബി, ഈ ലർബിൽ ലം യുഖദ്ദിർ മുത്തസിലൻ, അതിനെ മുത്തസിലായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞോടത്ത് എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ ഒന്നാമത്തെ ലർബിൽ ഇസ്തിസ്ന ആദ്യം ഇതിനെ മുത്തസിലായിട്ട് സങ്കല്പിച്ചിട്ട് പിന്നെന്ത് ചെയ്യാണ്, മുൻകത്തിയായിട്ട് മാറ്റുക ചെയ്തത്. ഇവിടെ എന്താ ചെയ്യുന്നില്ല, ഈ ഇനത്തിൽ ലർബ് സാനിയിൽ അവിടെ ഈ ഇസ്തിസ്നായിന് എന്താകുന്നില്ല, മുത്തസിലായിട്ട് തന്നെ കണക്കാക്കുന്നില്ല. കമാ ഖദ്ദറ ഫിൽ ലർബിൽ അവലി, ഒന്നാമത്തെ ഇനത്തിൽ നമ്മൾ കണക്കാക്കിയതുപോലെ. ഇത് കാരണം ലൈസൗന സിഫത്ത് ദമ്മിൻ, ഇവിടെ എന്തില്ല, ദമ്മിൻ്റെ സിഫത്തില്ല. മംഫിയത്തിൻ, നിഷേധിക്കുന്നതായ ആമത്തായ നിഷേധിക്കുന്നതായ ദമ്മിൻ്റെ സിഫത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് യുംകിനു തഖ്ദീർ ദുഖൂലി സിഫത്തിൽ മദ്ഹി ഫിഹ,
അപ്പം അങ്ങനെ ഉണ്ടെങ്കിലല്ലേ യുംകിനു സാധ്യമാവുക തഖ്ദീറു ദുഖൂലി സിഫത്തിൽ മദഹി, മദഹിൻ്റെ സിഫത്ത് പ്രവേശിപ്പിച്ചതായിട്ട് ഫിഹ അതിൽ. അപ്പം ആ മംഫിയിൽ ഈ ആ ദമ്മായ സിഫത്തിൽ ഈ മദഹിനെ പ്രവേശിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ദമ്മായ മംഫിയായ സിഫത്ത് വേണം. അതിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരുന്നില്ല, നമ്മൾ മുത്തസില് പ്രവേശിച്ചതായിട്ട് എന്താവില്ല, തഖ്ദീർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫൈദാലം യുംകിന് തഖ്ദീർ അൽ ഇസ്തിസ്നായി മുത്തസിലും ഫിയാദൽ അറബി. ഫൈദാലം യുംകിൻ അപ്പോൾ സാധ്യമാവുന്നില്ലെങ്കിൽ തഖ്ദീറുൽ ഇസ്തിസ്നായി മുത്തസിലൻ ഇസ്തിസ്നായിനെ മുത്തസിലായിട്ട് സങ്കല്പിക്കാൻ തന്നെ സാധിക്കുന്നില്ലെങ്കിൽ ഫിയാദൽ അറബി ഈ ലർബിൽ സാധിക്കുന്നില്ല. ഫലായുഫീദു തഅക്കീദു അതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ഇനത്തിൽ പറഞ്ഞതുപോലെ ആദ്യം മുത്തസിലായ ഇസ്തിസ്നായിട്ട് ഇതിനെ സങ്കല്പിക്കാൻ സാധിക്കൂല അല്ലേ? അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഫലായുഫീദു തഅക്കീദു ഇവിടെ തഅക്കീദ് ഫലായുഫീദു തഅക്കീദ ഈ ഇനം, ഈ രണ്ടാമത്തെ ഇനം അത് തഅക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നില്ല. ഇല്ലാ ഫി വജ്ഹി സാനി രണ്ടാമത്തെ വജ്ഹിലല്ലാതെ. അതേതാ? അത് അന്ന ദിക്റ അദാത്തുൽ ഇസ്തിസ്നായി അത് ഇസ്തിസ്നായിൻ്റെ അദാത്തിനെ പറയുക കബല ദിക്രിൽ മുസ്തസ്ന പറയുന്നതിന് മുമ്പ് അദാത്ത് പറയുക. എങ്ങനെ? യൂഹിമു അപ്പോൾ അത് അറിയിക്കുന്നു, തോന്നിപ്പിക്കുന്നു. ഇഖ്റാജ് ഷൈഇ മിമ്മാ ഖബലഹു മുമ്പുള്ള ഒന്നിൽ നിന്നും ഈ മുസ്തസ്ന പുറത്തു പോയതായിട്ട് തോന്നിക്കുന്നു. മിൻ ഹൈസു അന്നൽ അസ്ല ഫി മുത്ലഖിൽ ഇസ്തിസ്നായി വൽ ഇത്തിസാലു ഏത് നിലക്ക്? ഇസ്തിസ്നാൻ്റെ അസ്ല് ഇത്തിസാലാണ്. ഫൈദ ദക്കറ ബഅദൽ അദാത്തി അപ്പോൾ പിന്നെ അദാത്തിന് ശേഷം പറയപ്പെടുമ്പോൾ സിഫത്ത് മദഹിൻ ഉഖ്റ മറ്റൊരു സിഫത്ത് മദഹ് പറയുമ്പോൾ തഅക്കീദ് വരുന്നു. ഈ ഒരു രീതിയിൽ മാത്രമേ ഇവിടെ എന്ത് വരുന്നുള്ളൂ? തഅക്കീദ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞാണ്. ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അപ്പോൾ മുസ്തസ്ന മിന്ന് പറഞ്ഞു, പിന്നെ മുസ്തസ്ന പറയുന്നതിന് മുമ്പ് ഈ ഒരു ഇസ്തിസ്നാൻ്റെ അടയാളം പറഞ്ഞപ്പോൾ അതെന്ത് തോന്നിപ്പിക്കുകയാണ്? മുമ്പുള്ളതിൽ നിന്നും എന്തോ ഒന്നിനെ പുറത്താക്കുന്നു എന്ന് തോന്നിപ്പിക്കുക. ഏതവസ്ഥയിൽ? മുത്തലഖുൽ ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഇത്തിസാലാണല്ലോ. ആ നിലയ്ക്ക് ഇങ്ങനെ തോന്നിക്കുമ്പോൾ പിന്നെ ഈ അദാത്തിന് ശേഷം പറയുന്നത് എന്തുതന്നെയാണ്? ഒരു സിഫത്തായ മദ്ഹനെ പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? തഅക്കീദ് കൊടുക്കലാവുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയിൽ മാത്രമേ തഅക്കീദ് വരുള്ളൂ. ഏത് രീതിയിൽ വരില്ല? വലാ യുഫീദു ഈ രണ്ടാമത്തെ ഇനം ഫലം ചെയ്യിപ്പിക്കുന്നില്ല. തഅക്കീദിനെ മിൻ ജിഹത്തി അന്നഹു കദഅവാ ഷൈഇ ബിബയ്യിനത്തിൻ ഒരു സംഗതിയെ തെളിവ് സഹിതം വാദിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പറഞ്ഞിരുന്നു. ആ രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? തഅക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നില്ല. കാരണം എന്താ? ലിഅന്നഹു കാരണം ആ ഒരു ഷൈഇനെ ബയ്യിനത്ത് കൊണ്ട് ദേവ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? ലിഅന്നഹു മബ്നിയുൻ അലാ തഅലീഖിൻ ബിൽ മുഹാലി അതൊരു അസംഭവ്യമായ സംഗതിയോട് ബന്ധിപ്പിക്കൽ വരും. അൽ മബ്നി അലാ തഖ്ദീരിൽ ഇസ്തിസ്നാ മുത്തസിലൻ അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇസ്തിസ്നേനെ മുത്തസിലായിട്ട് സങ്കല്പിക്കലേക്ക് വരിക. മുഹാലായ ഒന്നിനോട് ഇതിന് തഅലീഖ് ചെയ്യണം. അപ്പം മുഹാലിനോട് തഅലീഖ് ചെയ്തതും മുഹാലാവും. അപ്പോൾ പിന്നെ അവിടെ എന്തേ ഇല്ലയെന്ന് വരും? ആ മുഹാൽ തന്നെ തീരെയല്ല. അപ്പോൾ തീരെ ഐബില്ല, ന്യൂനത ഇല്ലയെന്ന് വരും. അപ്പോൾ തഅക്കീദ് കിട്ടുമെന്നാണ് പറഞ്ഞില്ലേ ഫസ്റ്റ് തീര്. അങ്ങനത്തെ ഇവിടെ വരില്ല. അങ്ങനത്തെ ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ ഇസ്തിസ്ന മുത്തസിലാണ് എന്ന സങ്കല്പം വരുന്നില്ല. അതാണ് പറഞ്ഞത്. ഒരു നിലക്ക് മാത്രമേ ഇവിടെ എന്ത് വരുന്നുള്ളൂ? തഅക്കീദ് വരുന്നുള്ളൂ എന്നർത്ഥം. വലി ഹാദ അതുകൊണ്ട് പറഞ്ഞാൽ വലി കൗനി തഅക്കീദ് ഫി ഹാദൽ അർബി മിനൽ വജ്ഹി സാനി ഫഖത്ത് ഈ രണ്ടാമത്തെ ഇനത്തിൽ ഒരു നിലക്ക് മാത്രം, രണ്ടാമത്തെ നിലക്ക് മാത്രം അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇസ്തിസ്നാ അദാത്തിന് ശേഷം ഒരു മദ്ഹിൻ്റെ സിഫത്തിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുന്നത്. അപ്പോൾ പിന്നെ അത് തഅക്കീദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഇനത്തിൽ മാത്രമാണ് ഇവിടെ തഅക്കീദ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഖാനൽ ലർബുൽ അവ്വലി അൽ മുഫീദി തഅക്കീദ മിൻ വജ്ഹൈനി ഒന്നാമത്തെ ലർബ് അവിടെ രണ്ട് രീതിയിൽ തഅക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒറ്റ രീതിയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഇനമായി അഫ്ളല ഏറ്റവും അഫ്ളലായി ഈ രണ്ടാമത്തെ ഇനത്തിനേക്കാൾ അഫ്ളലായത് അതുകൊണ്ടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ എന്താണ് ഒരു ഇനം ഇതാണ് ഏറ്റവും അഫ്ളലായ ഇനം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അഫ്ളലായ ഇനമായത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വിശദീകരിച്ചത്. കാരണം ഒന്നാമത്തെ ഇനത്തിൽ രണ്ട് വജ്ഹിലൂടെ എന്ത് ചെയ്യും? അത് തഅക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം തഅക്കീദുൽ മദ്ഹി ബിമാ യുശ്ബിഹു ദമ്മ എന്നാണ് നമ്മൾ പറഞ്ഞത്. ദമ്മിനോട് സാദൃശ്യമാവുന്ന രീതിയിൽ മദ്ഹിനെ തഅക്കീദ് ചെയ്യണം. ആ തഅക്കീദ് ചെയ്യൽ ഒന്നാമത്തെ ഇനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് വജ്ഹിലൂടെ തഅക്കീദ് വരുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ ഇനത്തിൽ ഒരൊറ്റ വജ്ഹിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ തഅക്കീദ് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇനത്തിലൂടെ തഅക്കീദ് വരുന്നതാണല്ലോ ഒരു രീതിയിൽ വരുന്നതിനേക്കാൾ അഫ്ളൽ. അപ്പോൾ അതുകൊണ്ടാണ് അഫ്ളലായത്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇനം, അപ്പോൾ അതിൽ ഏത് ഇനാണ് അഫ്ളൽ, എന്തുകൊണ്ട്, അതാണിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി വമിൻ തഅക്കീദിൽ മദ്ഹി ബിമാ യുശ്ബിഹു ദമ്മ മദ്ഹിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് ദമ്മിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് മദ്ഹിനെ തഅക്കീദ് ചെയ്തതിൽ പെട്ടതാണ് ദർബുൻ ആഖറു വേറൊരു ഇനം കൂടി ഉണ്ട്. വഹുവ അതേതാരോ
യുഅ്താ ബിൽ മുസ്തസ്ന ഫീഹി മഅന മദ്ഹി, മദ്ഹിൻ്റെ മഅനയുള്ള ഒരു മുസ്തസ്ന മിന്നു, പിന്നെ അക്ഷരം അദാത്ത്, പിന്നെ മുസ്തസ്ന. അപ്പോൾ ഈ മദ്ഹിൻ്റെ മഅനയുള്ള ഇസ്തിസ്ന തന്നെയാണ്. അപ്പം മുസ്തസ്ന തന്നെ മദ്ഹിൻ്റെ മഅനുണ്ട്. അങ്ങനത്തെ മുസ്തസ്നയെ കൊണ്ടുവരിക. എങ്ങനെ കൊണ്ടുവരിക? മഅമൂലൻ ലി ഫിഇലിൻ ഫീഹി മഅന ദമ്മി, മഅമൂലൻ ആ മുസ്തസ്ന ഒരു മഅമൂലായിട്ട് വരിക, ലി ഫിഇലിൻ ഒരു ഫീലിൻ്റെ, ഫീഹി ആ ഫീലിൻ്റെ മഅന ദമ്മി ദമ്മിൻ്റെ മഅന. അപ്പോൾ ദമ്മിൻ്റെ മഅനയുള്ള ഒരു ഫീലിൻ്റെ മഅമൂലായിട്ട് എന്ത് വരിക? മദ്ഹിൻ്റെ മഅനയുള്ള മുസ്തസ്ന അതിൻ്റെ മഅമൂലായിട്ട് വരിക. ആ ഇനവും ഈ പറഞ്ഞ പോലെ മദ്ഹിനോട് സാദൃശ്യമുള്ള ഒന്നുകൊണ്ട് ദമ്മിനോട് സാദൃശ്യമുള്ള ഒന്നുകൊണ്ട് മദ്ഹിനെ തൈക്കീദ് ചെയ്യുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അതിന് ഉദാഹരണം നോക്കി, നഹു ഒമാ തൻഖിമു മിന്ന ഇല്ല അൻ ആമന്ന ബി ആയാത്തി റബ്ബിന, ഒമാ തൻഖിമു മിന്ന നീ ഞങ്ങളിൽ നിന്ന് ന്യൂനതയായി എണ്ണി പറയുന്നു, ഇല്ല അൻ ആമന്ന ബി ആയാത്തി റബ്ബിന ഞങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളെ കൊണ്ട് വിശ്വസിച്ചു എന്നതല്ലാതെ. കണ്ടില്ലേ അവിടെ നോക്കി, അതായത് മാ തഈബു മിന്ന നീ ഞങ്ങളിൽ നിന്നും ഐബായി കാണുന്നു, ഇല്ല അസ്ലിൽ മനാഖിബി വൽ മഫാഹിദി ഞങ്ങൾ അഭിമാനം പറയുന്ന ഞങ്ങളെ ശ്രേഷ്ഠതയായി പറയുന്ന ഒന്നിൻ്റെ അസ്ലി വൽ ഈമാൻ അതേതാണ് ഈമാൻ. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് പിന്നെ ഞങ്ങൾ ന്യൂനതയായി പറയുന്നത് എന്നാ. യുഖാല് പറയപ്പെടാറുണ്ട് നഖമ മിൻഹു അല്ലെങ്കിൽ വന്തഖമ മിൻഹു എന്ന് പറയും. ഇത് ആബഹു അതിനെ എന്താ ചെയ്താൽ ന്യൂനത പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ആക്ഷേപിച്ചാൽ, കരിഹു അതിനെ വെറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പറയും. കണ്ടില്ലേ? അപ്പോൾ ഈ മാതങ്കും മിന്ന അതോ അതിലെന്ത് വരുന്നുണ്ട്? ഒരു ദമ്മ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാമൂലായിട്ട് ഇപ്പം എന്ത് വന്നു? ആമൻ നബി ആയാത്ത് റബ്ബിന് അത് സിഫത്ത് മദഹാണ്. അപ്പോൾ ഈ എന്താണ് ദമ്മിൻ്റെ ഫീലിൻ്റെ കണ്ടില്ലേ? മാതംഖീബ് ദമ്മിൻ്റെ ഫീലാണ്, ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ദമ്മിൻ്റെ ഫീലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാമൂലായിട്ട് എന്ത് വന്നു? ആമൻ നബി ആയാത്ത് റബ്ബിന എന്നുള്ളത് വന്നു. അപ്പോൾ അങ്ങനെ വരുന്നതും ഇതും ഈ ഇനത്തിൽപ്പെട്ടതാണെന്ന് അർത്ഥം. വഹുവക്കൽ അറബിൽ അവലി ഇതിപ്പോൾ ഏതുപോലെയാണ്? ഒന്നാമത്തെ ഇനം പോലെയാണെന്നാ. ഫിഫാദ് തൈക്കീദി മിൻ വജ്ഹൈനി ഇവിടെയും എന്ത് ചെയ്യും? രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് പറഞ്ഞ് തൈക്കീദിന് കൊണ്ടുവരാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഗതിയെ തെളിവ് സഹിതം വാദിക്കുന്നത് പോലെ ഇവിടെ വരും. കാരണം എന്താ? നീ ഞങ്ങളിൽ നിന്നും ഐബായി കാണുന്നില്ല ഇല്ല. അപ്പോൾ നമ്മൾ തോന്നും എന്തോ ഒരു ഐബാണ് ഇനി പറയാൻ പോണതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ എന്തല്ല ഐബല്ല പറയണത്, പിന്നെന്താ പറയണത്? ആമന്ന ബി ആയാത്ത് റബ്ബിന എന്ന് പറഞ്ഞിട്ട് മദ്ഹാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്ത് പറഞ്ഞു? ഒരു ദമ്മ് അല്ലേ, ഒരു ഐബിനെ പറഞ്ഞു, ഒരു ദമ്മായ മംഫിയായ ഒരു ദമ്മിനെ പറഞ്ഞു. പിന്നെ അതിൽ നിന്നും ഒരു സിഫത്ത് മദ്ഹിനെ പുറത്താക്കിയ പോലെ തന്നെ ഇവിടെയും വരിക. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുഹാലായ ഒരു സംഭവത്തിനോട് തരീഖ് ചെയ്യുന്നു. അപ്പോൾ മുഹാൽ തരീഖ് ചെയ്യുമ്പം അത് മുഹാലാവും. അപ്പോൾ അവിടെ തീരെ ന്യൂനതല്ല എന്ന് വന്നു. കണ്ടില്ലേ? അപ്പോൾ നീ ഞങ്ങളെ ആക്ഷേപിക്കുന്ന തീരെ ആക്ഷേപമില്ല എന്ന് വന്നു. അപ്പോൾ തൈക്കീദ് കിട്ടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദാത്തുൽ ഇസ്തിസ്നാ വന്നപ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഞാൻ എന്തോ ഒന്ന് പുറത്താക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ മദ്ഹ് പറയുന്നു. അപ്പോൾ അതും തൈക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നു. ആ രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ പറയാമെന്നർത്ഥം. ഇനി വൽ ഇസ്തിദ്റാക്ക് ലാക്കിനൊക്കെ ഇസ്തിദ്റാക്കിനെന്ന് പറയും. അതേ മുമ്പ് പറഞ്ഞു. അതിൽ നിന്ന് വേറൊന്നൊരു സംഗതി പറയാണ് ഇസ്തിദ്റാക്ക് വീണ്ടെടുക്കാന്ന കാര്യം വാക്കർത്ഥം. അപ്പോൾ ഇസ്തിദ്റാക്ക് അൽ മഫ്ഹൂമിൻ ലഫ്ദ് ലാക്കിന്ന എന്ന ലഫ്ദിൽ നിന്നും കിട്ടുന്ന അർത്ഥമാണ് ഇസ്തിദ്റാക്കിൻ്റെ അർത്ഥം. അത് ഫി ഹാദൽ ബാബി ഈ ബാബിൽ ഇസ്തിദ്റാക്ക് ഐ ബാബി തൈക്കീദിൽ മദ്ഹി ബിമാ യുഷ്ബിഹു ദമ്മ ഈ ബാബിൽ കൽ ഇസ്തിസ്ന അത് ഏതുപോലെയാണ്? ഇസ്തിസ്നാൻ്റെ അടയാളം പോലെയാണ് ഇവിടെ ഉണ്ടാകുക. കമാ ഫി ഖൗലിഹി ഒരു കവി പറഞ്ഞ വാക്കിലുള്ളതുപോലെ ഹുവൽ ബദ്റു ഇല്ല അന്നഹുൽ ബഹ്റു സാഖിറ സിവ അന്നഹുൽ റഗാമു ലാകിന്നഹുൽ വബ്ലു ഹുവൽ ബദ്റു അവൻ ചന്ദ്രനാണ് മിൻജിയത്തി റിഫഅത്തി വശറഫീന അദ്ദേഹം അൽ ബദ്റു ചന്ദ്രനാണ്. ഇല്ല എങ്കിലും അന്നഹുൽ ബഹ്റു അയാളെന്താണ്? കടലാണ്. സാഖിറ ഉയർന്നതായ തിരമാലകൾ അടിച്ചു വീശുന്നൊരു കടലാണ് അയാൾ. സിവ എങ്കിലും അന്നു അദ്ദേഹം റഗാമു സിംഹമാണ്. വലാക്കിനു എന്നല്ല അദ്ദേഹം വബലു കോരിച്ചൊരിയുന്ന മഴയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കൗലു അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയും ഇല്ല വസിവ എന്നുള്ളത് ഇസ്തിസ്നാണ്. അത് നമ്മൾ സാധാരണ ഇസ്തിസ്ന അദാത്തായിട്ട് പഠിച്ചു തന്നെയാണ്. മിസ്ലു ബൈദ അന്നിമിൻ ഖുറൈഷ് എന്ന് പറഞ്ഞ പോലെ ഇസ്തിസ്ന തന്നെ. വഖൗലു ലാക്കിന്നഹു എന്നുള്ള വാക്ക് ഇസ്തിദ്റാക്കുൻ അത് ഇസ്തിദ്റാക്കിൻ്റെ വാക്കാണ്. യുഫീദു ഫായിദത്തുൽ ഇസ്തിസ്ന അതും ഇവിടെ എന്ത് ചെയ്യുന്നു? ഇസ്തിസ്നായിൻ്റെ ഫായിദ ചെയ്യുന്ന വാക്കാണ്. ഫിയാദൽ അറബി ഈ ഇനത്തിൽ അതായത് തൈക്കീദിൽ മദ്ഹി ബിമാ യുഷ്ബിഹു ദമ്മ അവിടെ ഈ ലാക്കിന്നെയും എന്തിൻ്റെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട്? ഇസ്തിസ്നായിൻ്റെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ലിഅന്ന ഇല്ലാ ഫിൽ ഇസ്തിസ്നായിൽ മുൻകത്തി കാരണം എന്തുകൊണ്ട്? ഈ ഇസ്തിസ്ന മുൻകത്തിയാണല്ലോ. ഈ രണ്ടോടത്തും ഈ ഇസ്തിസ്ന മുൻകത്തിയെ പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇസ്തിസ്ന മുൻകത്തിയിൽ ഇല്ല എന്നത് ബിമാന ലാക്കിൻ എന്തിൻ്റെ മാനക്ക് തന്നെയാണ്?
ലാക്കിൻ്റെ മാനക്കാണ്. അതുകൊണ്ടാണ് കാരണം ഇവിടെ ഈ രണ്ടിനം ഈ എന്താണ് തെക്കിതിൽ മതി ബിമാഷ്ബിയു ദമ്മ അവിടെ രണ്ടിനാണുള്ളത്. ആ രണ്ടിനത്തിലും ഇസ്തിസ്ന മുൻകത്തിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇസ്തിസ്ന മുൻകത്തിയിൽ ഇല്ല എന്നത് ലാക്കിൻ്റെ മേലക്കാണ്. അപ്പോൾ ലാക്കിന്ന എന്നുള്ള പറയുന്ന ഇസ്തിദ്റാക്കിൻ്റെ അക്ഷരം ഈ ഇനത്തിൽ വരുമ്പോൾ അത് ഇസ്തിസ്നാനെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കുക. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട് രണ്ടാമത്തെ ഇനത്തിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം ഒരു മദഹിൻ്റെ സിഫത്തിനെ സ്ഥിരപ്പെടുത്തുക, പിന്നെ ഇസ്തിസ്നാൻ്റെ അദാത്ത് കൊണ്ടുവരിക, പിന്നെ വീണ്ടും മറ്റൊരു അതേ ഷെയ്ന് മറ്റൊരു മദഹിൻ്റെ സിഫത്ത് പറയുക. ഉദാഹരണം നമ്മൾ പറഞ്ഞു അന അഫ്സഹുൽ അറബി ബൈദാനി മിൻ ഖുറൈഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇനം ഇവിടെയും ഇസ്തിസ്ന എന്തായിട്ട് തന്നെ വരിക, മുൻകത്തിയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ഒരൊറ്റ എന്ത് ചെയ്യുന്നതിലുള്ളൂ രീതിയിൽ ഇവിടെ തയ്ക്കിത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തേന് എന്തായത് ഏറ്റവും അഫ്ളലായി മാറിയത്. പിന്നെ ഇസ്തിദ്റാക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ വേറെ ഇനം നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് ദമ്മായ ഫെയിലിനെ മാമൂലായിട്ട് എന്ത് ചെയ്യുക, ഒരു മദഹിൻ്റെ സിഫത്ത് മുസ്തസ്നായിട്ട് വരിക. അപ്പോൾ അതും ഈ ഇനത്തിൽപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ ഇസ്തിദ്റാക്കിൻ്റെ വിഷയം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തതിലുള്ളത്. അപ്പോൾ അതൊക്കെ പോയിൻ്റായിട്ട് എഴുതി ഇൻഷാ അല്ലാഹ് അയച്ചു തരിക. അല്ലാഹു ഖൈർ തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.